ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ മിൽക്കി ചിക്കൻ ആണ് കേട്ടോ. നമ്മൾ ആപ്പത്തിൻ്റെ കൂടിയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടിയും ദോശൻ്റെ ഇഡ്ലിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ പൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്കി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയണ്ടേ കൂട്ടുകാരെ. അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, മിൽക്കി ചിക്കൻ വെക്കാനായിട്ടുള്ള ചിക്കൻ അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ മസാലയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, 2 വലിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മിൽക്കി ചിക്കൻ. അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മോരാണ് കേട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് മോരുണ്ടാക്കില്ലേ വീട്ടിൽ, അതാണിത്. അതുകൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുള്ളൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിൽക്കി ചിക്കൻ വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ചീനച്ചട്ടി അവിടെ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കടുക്, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പു, കുറച്ച് സോമ്പ്, പിന്നെ ചെറിയ ജീരകം, ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ടയും ഒരു 2 ഏലക്കയും പിന്നെ കുറച്ച് സോമ്പ്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് കടുക്, ഇത്രയൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി
ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ, നമ്മൾ കുറേ ഐറ്റംസൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, ആ ചിക്കനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഇതിന്ന് വരട്ടെ. നമ്മൾ എല്ലാ ഐറ്റംസും ഇതിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. അപ്പം ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് വരണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവാനുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി നന്നായി തിളയ്ക്കട്ടെ, അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഇതവിടെ വെന്തിട്ടുണ്ട്, ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ ഹാഫ് ബോയിൽ ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിൽക്കി ചിക്കന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്കാണ്, പാല്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1/4 ലിറ്റർ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലില്ല എന്നുണ്ടെങ്കിൽ പാൽ പൗഡറാണ് യൂസ് ചെയ്യണമെങ്കിൽ പാൽ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മിൽക്കി ചിക്കന്, വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ മെയിനായിട്ട് ഇതൊക്കെ നമ്മൾ ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ്. ആപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മിൽക്കി ചിക്കൻ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്കി ചിക്കനൊക്കെ വെന്ത് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഒരു മിൽക്കി ചിക്കനിൽ ഇത് നമ്മൾ ലാസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് വാങ്ങിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ മിൽക്കി ചിക്കൻ നന്നായിട്ട് വെന്ത് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്കി ചിക്കൻ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അതുപോലെ തന്നെ വെറൈറ്റിയും ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനൊരു പാലൊക്കെ ഇതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെറൈറ്റി ടേസ്റ്റാണ്. ആപ്പും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഇത് സൂപ്പർ കോമ്പിനേഷൻ, അതിനൊക്കെയാണ്. അപ്പോൾ ഇതാ നല്ല കിടിലനായിട്ടുള്ള ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ കിടിലൻ ടേസ്റ്റി മിൽക്കി ചിക്കൻ ഇതാ അവിടെ അടിപൊളിയായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.